Hey everyone, I am Abarna, final year MCA student. Today we are going to talk about some common grammar mistakes we hear in interviews, classrooms and everyday conversation. Joining me is Assistant Professor Shaini K. Welcome ma'am. Thank you, Aparna. മാം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഫ്രേസ് ആണ് ഐ ക്യാൻ ഏബിൾ ടു ഡു ദിസ്. ഇതൊരു കറക്റ്റ് യൂസേജ് ആണോ? Not at all. I'll say that it's an evergreen mistake. Can, able to എന്നുള്ളൊരു യൂസേജ് ഇംഗ്ലീഷിലില്ല. In order to express our ability, we may either use can or able to. So most often people use both together. അത് വലിയൊരു മിസ്റ്റേക്കാണ്. Either can or able to. That should be the usage. For example, I can swim. I'm able to swim. That's all. Most often അതൊരു കോമൺ ഫ്രേസ് പോലെ എല്ലാവരും യൂസ് ചെയ്യുന്ന കാരണം അത് കറക്റ്റ് ആണെന്നുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാവരുടെയും ഇടയിലുണ്ട്. എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, മിക്കവരും യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഒരു നല്ല ഹൈ പ്രൊഫൈലിലുള്ള ആൾക്കാർ പോലും അത് യൂസ് ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു റൈറ്റ് ആയിട്ടുള്ള യൂസേജ് ആണെന്നുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാവരുടെയും ഇടയിൽ സ്പ്രെഡ് ചെയ്ത് ഐ ക്യാൻ ഏബിൾ ടു എന്നുള്ളൊരു യൂസേജ് വരണം. ദാറ്റ്സ് എ റോങ് യൂസേജ് ആസ് ഫാർ ആസ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഈസ് കൺസേൺഡ്. What about cousin brother and cousin sister? Is that a correct usage? Absolutely no. You need not mention brother or sister once when you use the word cousin. Cousin alone is right. In standard English, we use she is my cousin, he is my cousin, that's all. No need to mention brother or cousin sister in formal English. That's also a great mistake that we most often commit. മിസ്, അങ്ങനെയാണെങ്കിൽ ടൈം പാസ് എന്നുള്ളൊരു യൂസേജോ? That's also a wrong usage. It has to be a pastime. This is my pastime activity. Likewise, it should be. But അത് നമ്മുടെ MTI അല്ലെങ്കിൽ നമ്മൾ മദർ ടങ് ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മുടെ മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസിൽ നമ്മൾ ടൈം പാസ് എന്നുള്ള ആ ഒരു യൂസേജ് വരണം. പാസ്റ്റ് ടൈം ആക്ടിവിറ്റി, ദാറ്റ്സ് ദ കറക്റ്റ് യൂസേജ്. Subject verb agreement is another big problem, right? Yes, definitely. Most often, once when we use the subject and verb, most often we forget how it should be. If we use a singular subject, a singular verb should follow that. Likewise, plural subject, a plural verb should be there. അതിന് ചില ഈസി മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ സിംഗുലറിൻ്റെ എസ് ആണ് സ്റ്റാൻഡിങ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എസ് ആണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഹെൽപ്പിംഗ് വേർബ്സ് ഓരോന്നും എടുക്കുവാണെങ്കിൽ ഈസ്, ആം, ആർ, വാസ്, വർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, അങ്ങനെയുള്ള യൂസേജസ് ഉണ്ടല്ലോ. അതിലെല്ലാം എസ്സിൽ എൻഡ് ചെയ്യുന്നത് നമുക്ക് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അങ്ങനെയൊന്നും നമ്മൾ ജസ്റ്റ് ഇത് പെർട്ടിക്കുലർ റൂളായിട്ടൊന്നുമല്ല, നമ്മൾ അങ്ങനെയൊന്ന് ഓർത്തിരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുവാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. കുറച്ചും കൂടെ കറക്റ്റ് ആയി. അതിലിച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഐ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രസൻറ്റിൽ യൂസ് ചെയ്യുമ്പം ഐ ബിലോങ് ടു കൊച്ചിൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഐ എന്നുള്ളത് സിംഗുലർ ആണ് എങ്കിൽ പോലും നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് പ്രസൻറ്റിൽ കൺസിഡർ ചെയ്യുന്നത്. സോ ഐ ബിലോങ് എന്നാണ്, നെവർ യൂസ് ഐ ബിലോങ്സ് ടു കൊച്ചിൻ. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. മിസ്, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഡിസ്കസ് അല്ലെങ്കിൽ ഡിസ്കസ് അബൌട്ട് ദ ടോപ്പിക്. ഇത് ഇത് രണ്ടും കറക്റ്റ് ആണോ അതോ ഇത് എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയാണോ യൂസ് ചെയ്യുന്നത്? ഫോർമൽ ഓർ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ നമ്മൾ ശരിക്കും ഡിസ്കസ് എന്നുള്ളത് മാത്രം യൂസ് ചെയ്താൽ മതി. ഹി ഡിസ്കസ്ഡ് ദ ടോപ്പിക്, ദാറ്റ്സ് എനഫ്. ഡിസ്കസ് എബൌട്ട് എന്നുള്ളത് നമുക്ക് വേണ്ട. കാരണം ഡിസ്കസ് എന്നുള്ള വേർഡിൽ തന്നെ ടോക്ക് അബൌട്ട് എന്നുള്ള ആ ഒരു അബൌട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ യൂസേജസ് ഉണ്ട്. ലൈക്ക് ദ വേർഡ് എൻറ്റർ. എൻറ്റർ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഗോ ഇൻ ടു സംതിങ് എന്നുള്ള മീനിങ്. പിന്നെ നമ്മൾ എൻറ്റർ ഇൻ ടു എ റൂം എന്ന് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള യൂസേജസ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ വായിച്ച് വരുമ്പോഴാണ്, നമുക്ക് ആ കൂടുതൽ റീഡിങ് വരുമ്പോഴാണ് ആ യൂസേജസ് ഒക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ ഗ്രാമറിലോട്ട് അത് അബ്സോർബ്ഡ് ആയിക്കോളും. പിന്നെ നമുക്ക് ഇതിങ്ങനെയുള്ള മിസ്റ്റേക്സ് റിപ്പീറ്റഡ് ആയിട്ട് വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇച്ചിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഡിസ്കസ് അബൌട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ദാറ്റ്സ് എ റൈറ്റ് യൂസേജ് എന്നുള്ളത് നമുക്കൊരു ഇംപ്രഷൻ വന്നു കഴിയുമ്പോൾ നമ്മളും അത് അഡോപ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് കൂടുതലായിട്ടുള്ള മിസ്റ്റേക്സ് വരുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്.
സോഷ്യൽ മീഡിയയിൽ പറയുന്നതെല്ലാം നമ്മൾ ഫോമൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഒട്ടുമിക്കതും ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഇൻഫോർമൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മളത് റൈറ്റ് ആണെന്നുള്ളൊരു ആസ്പെക്റ്റിൽ അതിനെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഇതേപോലെയുള്ള യൂസേജസ് ഒക്കെ നമ്മുടെ ലൈഫിലോട്ട് കയറി വരുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കേൾക്കാനും യൂസ് ചെയ്യാനും ശ്രമിക്കുക. Is prepon an English word? Absolutely no. There isn't any word called prepon. നമ്മളിപ്പോൾ ഒരു മാച്ച് പ്രീപോൺ ചെയ്തു എന്നൊക്കെ പറയുന്ന യൂസേജസ് ഒക്കെ കോമൺലി നമ്മൾ കാണുന്ന യൂസേജസ് ആണ്. ശരിക്കും അങ്ങനെയല്ല. നമ്മൾ ഒന്നില്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് ഇറ്റ് വാസ് റീസ്കെഡ്യൂൾഡ് ടു ആൻ ഏർലിയർ ഡേറ്റ്, മുന്നേ ഒരു ഡേറ്റിലോട്ട് മാറ്റി എന്ന് പറയാനായിട്ട് റീസ്കെഡ്യൂൾഡ് ടു ആൻ ഏർലിയർ ഡേറ്റ്, ഓർ യു മേ സേ ഇറ്റ് വാസ് മൂവ് ഫോർവേഡ്. ഓക്കെ, അങ്ങനെയുള്ള യൂസേജസ് ആണ് ഉപയോഗിക്കുന്നത്. പ്രിപ്പോൺ എന്നുള്ളൊരു വേർഡ് നമുക്ക് ഫോമൽ ഇംഗ്ലീഷിൽ ഇല്ല. അത് നമുക്ക് ഇങ്ങനെ കാലങ്ങളോളം നമ്മൾ ആ മിസ്റ്റേക്ക് യൂസ് ചെയ്ത് ഇതിപ്പം ശരിക്കും ഒരു അപ്രൂവ്ഡ് യൂസേജ് പോലെ വരുന്നു. അത് എക്സ്പെഷ്യലി ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷിലാണ് ആ ഒരു മിസ്റ്റേക്ക് കോമൺലി നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ നമ്മൾ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ പുറത്തൊരു മെയിൽ സെൻഡ് ചെയ്യുവാണെങ്കിൽ വി ആർ നോട്ട് സപ്പോസ് ടു യൂസ് ദീസ് കൈൻഡ് ഓഫ് യൂസേജസ്. മീൻസ് നമ്മളിപ്പോൾ പാസ് ഔട്ട് ആയത്, ഇപ്പം ഞാൻ പാസ് ഔട്ട് ആയത് 2026 അപ്പോൾ ഐ പാസ് ഔട്ട് ഇൻ 2026 എന്ന് പറയാൻ പറ്റുമോ? Never. That is internationally dangerous. There is a funny element in it. ശരിക്കും നമ്മുടെ യൂസേജസിൽ എല്ലാം ഈ പാസ് ഔട്ട് എന്നുള്ള യൂസേജ്, നമ്മൾ ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ നമ്മൾ പാസ്ഡ് ഔട്ട് എന്നും പറഞ്ഞ യൂസേജ് വരുന്നുണ്ട്. അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു യൂസേജ് പോലെയാണ് പോയിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി ദ വേർഡ് പാസ് ഔട്ട് മീൻസ് ഫെയിൻറ്റ്, ടു ലൂസ് കോൺഷ്യസ്നെസ്. നമുക്ക് ബോധം പോകുന്ന ഒരു അവസ്ഥയുണ്ടോ, അതിനെയാണ് നമ്മൾ പാസ് ഔട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഗ്രാജുവേറ്റഡ് ഇൻ 2025. ഇഫ് യു സേ ഐ പാസ്ഡ് ഔട്ട് ഇൻ 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ജസ്റ്റ് ഫെയിൻറ്റഡ് ഇൻ 2025 മീനിങ് ഉള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈവൺ ടീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റുഡൻസ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഹൈ പ്രൊഫൈൽസ് ഉള്ള പേഴ്സണൽസ് ഉപയോഗിക്കുന്നുണ്ട് ദ വെരി സെയിം വേർഡ്, പാസ് ഔട്ട് എന്നുള്ള വേർഡ്. സോ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ഈസ് ദാറ്റ് ആസ് എ സ്റ്റുഡൻറ്റ് യു ഷുഡ് സ്റ്റാർട്ട് സെയിങ് ഐ ഗ്രാജുവേറ്റഡ് ഇൻ 2025 rather than I passed out. Passed out എന്ന് പറഞ്ഞാൽ എനിക്കാളെ ഡിഫറെൻറ്റ് മീനിങ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോളേജിൽ നിന്നും നമ്മൾ ഏതെങ്കിലും എക്സാംസ് ഒക്കെ എഴുതി പാസ്സായി എല്ലാം നമ്മുടെ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കോളേജിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ആ പാസ്സാവുകയും ചെയ്ത് പുറത്തോട്ട് പോവുകയും കൂടി ചെയ്തപ്പോൾ നമ്മൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പാസ് ഔട്ടിനാക്കിയതാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. എനിഹൗ ഇറ്റ്സ് എ റോങ് യൂസേജ് that is common among us. It has to be highly removed from your dictionary. You should use graduated. I graduated in 2025 instead of I passed out. Okay. മീൻസ് വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി? ഡെഫിനറ്റ്ലി. നമുക്കിപ്പോൾ കൂടുതലായിട്ടുള്ള ഈ മിസ്റ്റേക്സ് ഒക്കെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്നത് എല്ലാം തന്നെ ഫോമൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആണെന്നുള്ളത്. പിന്നെ യൂസേജ് ഒക്കെ നമ്മൾ സെലിബ്രിറ്റീസ് തന്നെ ഒരു യൂസേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൈറ്റോ റോങ് എന്ന് നമ്മൾ ഒരു സെക്കൻഡ് തോട്ട് നമ്മൾ കൊടുക്കുന്നില്ല. അതിന് പകരം നമ്മളത് സ്റ്റാൻഡേർഡ് ആണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ വരാതെ യു ട്രൈ ടു, ഇപ്പോൾ ഈ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ റീൽസും അങ്ങനെയുള്ളതൊക്കെ കാണുന്നത് കോമൺ ആണ്. അതിനോടൊപ്പം തന്നെ ഇഫ് യു വുഡ് ലൈക്ക് ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്, ലിസൺ ടു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. ഇപ്പോൾ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെയോ അല്ലെങ്കിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോ അങ്ങനെ നമ്മൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റീസിൻ്റെയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇത് ലിസൺ ചെയ്യുവാണെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് യൂസേജസ് നമുക്ക് കിട്ടും. നമ്മൾ റോങ് യൂസേജ് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്താൽ അത് ഒരിക്കലും റൈറ്റ് സ്റ്റൈൽ ആവുന്നില്ല. So go for anything that which will help you in improving your English, standard English. Okay, not an informal kind of English. Most often നമ്മൾ മീഡിയയിലെല്ലാം കണ്ടുവരുന്നതെല്ലാം ഒരു ഇൻഫോർമൽ സ്റ്റൈലാണ്. അതാണ് കൂടുതൽ ആയിട്ട് അപ്രൂവൽ കിട്ടുന്നത്. വ്യൂവേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടുന്നത് ഇൻഫോർമൽ സ്റ്റൈൽസ് വരുമ്പോഴാണ്. അതിന് പകരം നമ്മൾ ഇഫ് യു വുഡ് ലൈക്ക് ടു ലേൺ ലാംഗ്വേജ്, ഗോ ഫോർ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. That's it. It was quite useful. Thank you so much for joining us today. Thank you, Aparna.